ഹായ് ഡിയേഴ്സ്, ഇത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെക്കുന്ന ഒരു കെട്ടിൻ്റെ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ ആ അടയാളപ്പെടുത്തിയിരിക്കുന്ന നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ആ വീതി ഒരു 3 ഇഞ്ചാണ്, നീളം വന്നിട്ട് 8. അങ്ങനെ ഒരു 5 പെയർ ലൂപ്പാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, 5 പെയർ ലൂപ്പുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കെട്ടും. അതിന് നമ്മൾ കെട്ട് ആദ്യമേ നമ്മളങ്ങ് വെച്ച് കൊടുക്കും. കാരണം തുമ്പത്ത് എന്തെങ്കിലും ഹാങ്ങിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യമേ കെട്ടങ്ങ് വെച്ചിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മൾ ഒരേ കളറിൽ എടുക്കാതെ ഒരു കളർ കോമ്പിനേഷനിലാണ് അത് ആ പാറ്റേണിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തേക്കുന്നത്. പിന്നെ താഴെ ഒരു ആ കെട്ട് അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുത്ത് വയ്ക്കുന്നുണ്ട്. ആ മുത്ത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു എന്തെങ്കിലും കമ്പി വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ മുത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ആ കെട്ട് അഴിഞ്ഞ് വരത്തില്ല, എല്ലാം ഒരു ഈക്വലായിട്ടങ്ങ് കിടന്നോളും. അതുകൊണ്ടാണ് നമ്മൾ ആ മുത്ത് വയ്ക്കുന്നത്. ഈ ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് നമുക്ക് 2 കളർ കോമ്പിനേഷനുള്ള ക്ലോത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ചില ടോപ്പിന്, അതായത് ചില ചുരിദാറിന് രണ്ടും ഒരുപോലെ ആയിരിക്കും. അതായത് ചുരിദാറിൻ്റെ ടോപ്പും ബോട്ടും എല്ലാം ഒരേ കളറായിരിക്കും. പക്ഷേ 2 ഡിഫറെൻറ്റ് കളറാണെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റേൺ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ടോപ്പിൻ്റെ ചുരിദാറിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. പാൻറ്റിൻ്റെ ബ്ലൂ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പാറ്റേൺ നന്നായിട്ട് കാണാൻ പറ്റും. അടുത്ത് ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ച് ഫിനിഷിംഗ് ആയിട്ടിരിക്കും, കാണാൻ കുറച്ചുകൂടി ഒരു വൃത്തിയായിട്ടിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് തയ്ച്ചെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും അതൊരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ലൂപ്പും ഇതും മാറിപ്പോകാതിരിക്കാൻ വേണമെങ്കിൽ അടയാളപ്പെടുത്തി നമുക്ക് അതിന് മണ്ടയിൽ കൂടെ എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മളോട് കസ്റ്റമർ വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും റൗണ്ട് നെക്ക് മതി എന്നാണ് പറഞ്ഞത്. റൗണ്ട് നെക്ക് തയ്ച്ച് പൈപ്പിംഗ് അടിച്ചപ്പോഴാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു പാറ്റേൺ വെക്കാനായിട്ട്. അങ്ങനെ വെച്ചൊരു പാറ്റേണാണ്. അപ്പം റൗണ്ട് നെക്ക് വെട്ടി തയ്ച്ചാൽ നമുക്ക് വേണമെങ്കിൽ പാറ്റേൺ എന്തെങ്കിലും വേണം എന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു പാറ്റേൺ തയ്ക്കാമെന്നാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. റൗണ്ട് നെക്കിൽ തന്നെ ഒരു പാറ്റേൺ തയ്ച്ചതാണ്. എങ്ങനെയുണ്ട്? ഈ സിമ്പിൾ പാറ്റേൺ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.